2025 മെയ് 18-ാം തീയതി ഞായറാഴ്ച രാത്രി 7:30 രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും സംക്രമിക്കുന്നു. ശനി കഴിഞ്ഞാൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്നതും ഛായാഗ്രഹങ്ങളുമായ രാഹുവും കേതുവും പരസ്പരം 7-ാം ഭാവത്തിൽ 180 ഡിഗ്രി അകലെയാകും നിലകൊള്ളുന്നത്. പാപഗ്രഹങ്ങളായ രാഹുവിൻ്റെ കുംഭൻ രാശിയിലെ സഞ്ചാരവും കേതുവിൻ്റെ ചിങ്ങൻ രാശിയിലെ സഞ്ചാരവും മേടക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ള 12 രാശികളിൽ ജനിച്ചവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പരിശോധിക്കാം. മകയിരം അവസാന പകുതിയും തിരുവാതിരയും പുണർതം മുക്കാൽ ഭാഗമടങ്ങിയ മിഥുനക്കൂറുകാർക്ക് രാഹു 10-ാം ഭാവത്തിൽ നിന്നും 9-ാം ഭാവത്തിലേക്കും കേതു 4-ാം ഭാവത്തിൽ നിന്നും 3-ാം ഭാവത്തിലേക്കും മാറുന്നു. കർമ്മരംഗത്ത് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന രാഹു ഭാഗ്യസ്ഥാനത്തേക്കാണ് മാറുന്നത്. ഇതുമൂലം മിഥുനക്കൂറുകാരുടെ ഭാഗ്യാനുഭവങ്ങളും ദൈവാധീനവും തടസ്സപ്പെടാം. കപ്പിനും ചുണ്ടിനും ഇടയിലെന്ന പോലെ ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. മൂല്യാധിഷ്ഠിതമായ സമീപനം കൈകൊള്ളില്ലെന്ന ആരോപണം ഉയർന്നേക്കും. സർക്കാരിൽ നിന്നും കിട്ടേണ്ട നേട്ടങ്ങൾ അല്പം മന്ദഗതിയിലാകാൻ സാധ്യതയുണ്ട്. പിതൃസ്ഥാനീയർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. പിതാവിൻ്റെ ആരോഗ്യത്തിൽ ജാഗ്രത വേണം. വ്രതനിഷ്ഠയിലും അനുഷ്ഠാനങ്ങളിലും ഉപാസനകളിലും തടസ്സങ്ങൾ നേരിടാം. 3-ലെ കേതു ഗുണദാതാവാണ്. കർമ്മരംഗത്തെ ഉദാസീനത മാറും. പുതുസംരംഭങ്ങൾ വേഗം വിജയപഥത്തിലെത്തും. അധികാരമുള്ള പദവികൾ ലഭിക്കാൻ ഇടയുണ്ട്. പ്രമുഖ വ്യക്തിത്വങ്ങൾ പിന്തുണച്ചേക്കും. സ്വയം തിരുത്തൽ ശക്തിയാകുവാനും കഴിയും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ താൽപ്പര്യം വർദ്ധിക്കും. വ്യാപാര രംഗത്തുള്ളവർക്ക് നേട്ടമുണ്ടാകും. സന്താനങ്ങൾ മൂലം സന്തോഷാനുഭവങ്ങൾ വന്നുചേരും. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.